ഷിബു ബേബി ജോൺ വനമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിൽ എനിക്ക് ഉദ്യോഗസ്ഥർ നൽകുന്ന കണക്ക് ചിന്നക്കനാലിലെ പറഞ്ഞതുപോലെ ആനയിറങ്ങൽ എന്നാണല്ലോ സ്ഥലത്തിന്റെ പേര് തന്നെ. ആന ഇറങ്ങുന്ന സ്ഥലത്ത് അവിടെ തന്നെ അതിന്റെ പരിസരത്താണ് റീഹാബിലിറ്റേഷൻ നടന്നിരിക്കുന്നത്. അവിടെ അന്നേരം ആന സ്ഥിരമായിട്ടുണ്ട്. പലരും അവിടെ താമസിക്കുന്നവർ ആനയായിട്ട് വളരെ ഇഴുകിച്ചേർന്ന് ഒരു പ്രശ്നമില്ല, അതിനുമായിട്ട് സഹകരിച്ചു പോകുന്ന നിലയിൽ മനോഭാവമുള്ളവരുണ്ട്. എന്നാൽ ബാക്കിയുള്ളവർക്ക് ഇത് വലിയ ഭയമുണ്ട്. പിന്നെ അവിടെ നേരത്തെ 18 ആന ഉണ്ടായിരുന്ന ഇപ്പൊ 11 ആയതോ പകുതിയായി കുറഞ്ഞു എന്നാണ് ചില വിവരങ്ങൾ വരുന്നത്. എന്നാൽ ഇതെല്ലാം ശാസ്ത്രീയമായ ഒരു പഠനവും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. മുട്ടൽ മരമുറി ഫോറസ്റ്റിന്റെ പരിധിയിലേ വരുന്നതല്ല, അത് റവന്യൂവിന്റെ പരിധിയിൽ വരുന്ന ഇതാണ്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. ഫോറസ്റ്റിന് കൂടി പോയാൽ മോഷണത്തിന് കേസെടുക്കാവുന്നല്ലാതെ ഫോറസ്റ്റിന് അതിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല, ഞങ്ങളെൻ്റെ കസ്റ്റോഡിയനായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അത് വനംവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമല്ല. തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് കർശനമായി പറഞ്ഞതുപോലെ കേസിന്റെ വഴി അത് മുന്നോട്ട് കൊണ്ടുപോകും, ഒരു തർക്കമൊന്നുമില്ല. പിന്നെ അല്ല, ഞാനത് പഠിച്ചിട്ടില്ല. ഞാൻ പഠിക്കാത്ത ഒരു കാര്യം ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. പക്ഷേ അങ്ങനെ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു കൊടുക്കും. ഇന്നത്തെ വിധിയാണോ എന്ന് ഞാൻ പറഞ്ഞില്ല. വനമന്ത്രി ഷിബു ബേബി ജോൺ സംസാരിക്കുകയായിരുന്നു. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തക ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. മുട്ടിൽ മരമുറി കേസിൽ പിടിച്ചെടുത്ത മരം അത് ലേലം ചെയ്യാൻ വനംവകുപ്പിന് അനുമതി നൽകിയിരിക്കുകയാണ് കോടതി. ആ കാര്യം ഇന്ന് ഇപ്പോൾ വനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. അദ്ദേഹം പറഞ്ഞത് ഈ വിവരം ഇപ്പോൾ കേൾക്കുകയാണ്, കാര്യങ്ങൾ താൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. മാത്രമല്ല, വനംവകുപ്പുമായി ബന്ധപ്പെടുന്നതല്ല മുട്ടിൽ മരമുറി സംഭവങ്ങൾ, അത് റവന്യൂ വകുപ്പിന് ബന്ധപ്പെട്ട കേസാണ്. കാര്യങ്ങൾ താൻ പഠിക്കുകയാണ് എന്നാണ് വനമന്ത്രി നൽകിയിരിക്കുന്ന മറുപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.